ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്താൻ സാധിക്കണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായും തന്നെ കാണുക. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വഞ്ചിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും. അടുത്തറിയാവുന്ന സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചിലർക്കെങ്കിലും കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങളോട് വഞ്ചന കാണിക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു. നിങ്ങളോട് വഞ്ചന കാണിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗം, അവർ കണ്ണിൽ നോക്കി സംസാരിക്കില്ല. കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്നത് എന്തോ മറയ്ക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. മാത്രമല്ല, കള്ളം പറയുന്നവർ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതും കുറവാണ്. രണ്ടാമത്തെ കാര്യം, സംസാര രീതികൾ. പലപ്പോഴും നുണ പറയുന്നവർ വേഗത്തിലായിരിക്കും സംസാരിക്കുന്നത്. കാരണം നുണ പറയുന്നതിനും സത്യം പറയുന്നതിനേക്കാൾ മാനസിക ഊർജം ആവശ്യമാണ്. കഥ മെനഞ്ഞെടുക്കുമ്പോൾ തലച്ചോർ കൂടുതൽ പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ കാരണമാണ്. അടുത്തത്, ശരീരഭാഷ. കണ്ണിൻ്റെ ചലനങ്ങൾ വെച്ച് നുണയാണോ പറയുന്നത് എന്ന് തിരിച്ചറിയാവുന്നതാണ്. കൃഷ്ണമണി കണ്ണിൻ്റെ ഇടതുഭാഗത്ത് എത്തുന്ന തലച്ചോർ കഥ മെനഞ്ഞെടുക്കുന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക. അവരുടെ കൃഷ്ണമണി നോക്കി നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അടുത്ത കാര്യമാണ് മറവി. ഇവർ പറഞ്ഞ കള്ളങ്ങൾ ഇവർ തന്നെ എളുപ്പം മറന്നു പോകുന്നതാണ്. ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കാം ഇവർ പറയുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നവരെയും ശ്രദ്ധിക്കണം. അടുത്തത്, നിശബ്ദത. കൂടുതലായി കള്ളം പറയുന്നയാൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇവർ നിശബ്ദത പാലിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളവരാണ്. അടുത്തത്, പ്രതിരോധം. ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വലിയ രീതിയിൽ പ്രതിരോധം നടത്തുന്നവരാണ് ഈ കൂട്ടർ. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും വൻതോതിൽ ന്യായീകരണം നടത്തുന്നവർ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത്, ശ്രദ്ധ. ഈ കൂട്ടർ പറയുന്ന കള്ളം കണ്ടുപിടിക്കാതിരിക്കാൻ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ഇവർ ശ്രമിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ സംസാര വിഷയം മാറ്റിയായിരിക്കാം ഇവർ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക. ഇനി പറയുന്നത്, സഹപ്രവർത്തകർക്ക് നിങ്ങളോട് അസൂയയുണ്ടോ എന്ന് അറിയാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്. ഓരോ ആളുകൾക്കും ഓരോ സ്വഭാവക്കാരാണ്. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരുടെ മനോഭാവം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും? സഹപ്രവർത്തകർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. സഹപ്രവർത്തകർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗം ദേഷ്യമാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ആളുകൾ ജോലിസ്ഥലത്ത് ഉണ്ടോ എങ്കിൽ ഇവരും നിങ്ങളുടെ പതനം കാണാനായി ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവരെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. അടുത്തത്, സംസാരിക്കാത്ത ആളുകൾ. ജോലിസ്ഥലത്ത് മറ്റാളുകളോട് സംസാരിക്കുകയും എന്നാൽ നിങ്ങളോട് മാത്രം നിശബ്ദത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവർക്കും നിങ്ങളോട് എന്തൊക്കെയോ അസൂയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്തത്, ശൈലി അനുകരിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ജോലി ശൈലികൾ ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചാലും ഇവരെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ നേട്ടം സ്വന്തമാക്കാനാണ് ഇയാളും നിങ്ങളെ അനുകരിക്കുന്നത്. അടുത്തത്, വില നൽകാത്തവർ. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ അധ്വാനത്തിന് വില നൽകാത്തവരും നിങ്ങളോട് അസൂയുള്ള ആളുകളുമായിരിക്കും. ഇവരിൽ നിന്നും അല്പം അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അടുത്തത്, മത്സരം. ജോലിയുടെ കാര്യത്തിൽ നിങ്ങളെ എതിരാളിയായി കണ്ട് നിങ്ങളുമായി മത്സരിക്കാൻ ആളുകൾ തയ്യാറാണെങ്കിൽ ഇവരും ഇക്കൂട്ടത്തിൽ പെടുന്നവരായിരിക്കും. ഇവയെ മാറ്റി നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അടുത്തത്, തെറ്റുകൾ. നിങ്ങൾ ചെയ്ത ജോലികളിൽ എപ്പോഴും തെറ്റ് കണ്ടുപിടിക്കാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ ഇവർക്കും നിങ്ങളോട് അസൂയ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്തത്, നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ ജോലിയിൽ അസൂയുള്ളവർ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും തള്ളിക്കളയാൻ മുന്നിലുണ്ടാകും. ഇവരെയും അല്പം സൂക്ഷിക്കേണ്ടതാണ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.